കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ മുബാറക്ക് പറയാണ്. എന്തായാലും ഇതുവരെയുള്ള നോമ്പ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാം എടുക്കാൻ നോക്കണം. പിന്നെ ഈ ആദ്യം തന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം എന്താ വന്നത് വെച്ചാൽ നമ്മളെ വീട്ടിൽ കുക്കുംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. അതിൽ പുതിയ ഒരു ഇനമായ വെള്ള കുക്കുംബർ ഇവിടെ വിളവെടുക്കാനായിട്ടുണ്ട്. ഇവിടേക്കൊക്കെ നോക്കിയാൽ കാണാം. അത് നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് വൈകിക്കണി നമുക്ക് നേരെ വിളവെടുപ്പിലേക്ക് പോവാം. എന്താ ഇവിടെ തന്നെ വെള്ള കളർ കുക്കുംബർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ബിസ്മി ചൊല്ലിയിട്ട് മറ്റേ നല്ല വെള്ള കുക്കുംബർ കണ്ടാൽ മനസ്സിലാവും. നമുക്കിതാ നല്ല രസമായിട്ട് 5 ഇത് കിട്ടിയിട്ടുണ്ട്. കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. സോറി, കിയാറല്ല. ആദ്യം കിയാറ് വിളവെടുത്തുള്ളടുത്ത് ഇവിടെ കിയാറുണ്ട്. അപ്പോൾ അത് വിളവെടുത്തിപ്പോൾ നാവിൽ കിയാറ് എന്നാണ് കേട്ടണേ. കുക്കുംബറാണ്. കുക്കുംബറും കിയാറും കൂടെ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു ഇതെന്താ വെച്ചാൽ വാട്ടർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മളെ കുക്കുംബറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നോബിയെ പിന്നെ പുറത്തുനിന്ന് കുക്കുംബർ വാങ്ങേണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല. നമ്മളിവിടെ തന്നെ കിയാറും കുക്കുംബറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്തതും നട്ടതും പിടിച്ചതായ ചെടികളൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നനയ്ക്കണം. ഇതാ നമ്മൾ ലെയർ ചെയ്ത ഇതിൻ്റെ കാലപ്പടി മാവ്. ഗുണം എന്താ വെച്ചാൽ എൻ്റെ ഹൈറ്റിൻ്റെ മേലേക്ക് അത് പോയിട്ടില്ല. അപ്പോൾ ഈ വർഷം നന്നായിട്ട് പൂട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ നമുക്ക് ഒരു മാങ്ങ ലഭിച്ചിട്ടുണ്ടായി, നല്ല മധുരം ഉണ്ടായിരുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ മറ്റൊരു കാര്യം, കണ്ട എല്ലാവരും യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ബൈ.